സർ നമസ്കാരം. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇപ്പൊ മാസമായിരിക്കുകയാണ്. കാരണം അദ്ദേഹം എടുത്ത തീരുമാനത്തിലേക്ക് സമസ്തയെ എത്തിച്ചിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. അത് സാധാരണയായി കണ്ടുവരുന്നതല്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ തരത്തിൽ സമുദായ സംഘടനകൾക്ക് മുമ്പിൽ സർക്കാരിൻ്റെ അഭിപ്രായത്തെ എന്താ പറയുക മാറ്റിവെക്കുന്ന തരത്തിൽ, അതായത് അവർക്ക് മുമ്പിൽ തലകുനിക്കുന്ന രീതിയിലേക്ക് സർക്കാർ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്നത്. ആ ഒരു കീഴ്വഴക്കത്തിന് ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാറ്റിമറിച്ചിരിക്കുകയാണ്. ഇതൊരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമായിട്ട് തന്നെ നമുക്ക് വിലയിരുത്തിക്കൂടെ? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ അതിൽ ഇടപെട്ടിട്ട് പോലും ഒടുവിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്, അതായത് സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം എന്ത് കാര്യമാണോ പറഞ്ഞത് അതിലേക്ക് തന്നെ സമസ്തയ്ക്ക് വഴങ്ങേണ്ടി വന്നിരിക്കുന്ന ഒരവസ്ഥ. ഇതൊരു ശുഭ സൂചകമായിട്ടുള്ള കാര്യമല്ലേ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച്? വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി, അദ്ദേഹത്തിനെ ഈ ശരിക്കറിയാത്തവർക്കുള്ള ഒരു തോന്നലാണ് അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. വളരെ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് ചെയ്യാനുള്ള കെൽപ്പും അതിനുള്ള ഒരു ഡ്രൈവും ഒക്കെ ആളാണ്. അത് എൻ്റെ വിദ്യാർത്ഥി കാലത്ത് തന്നെ അത് നേരിൽ കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഈ 22 കൊല്ലം മുമ്പ് AK ആന്റണി പറഞ്ഞ കാര്യവും 15 കൊല്ലം മുമ്പ് VS അച്യുതാനന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു വിഷയവുമാണ് ഇന്ന് വി ശിവൻകുട്ടി ഞെരിച്ച് ഉടച്ച് നമ്മുടെ മുമ്പിൽ തന്നിട്ടുള്ളത്. AK ആന്റണി അന്ന് പറഞ്ഞത് 2003 അദ്ദേഹം പറഞ്ഞത്, ന്യൂനപക്ഷങ്ങൾ സംഘടിതമായിട്ട് ഗവൺമെന്റിനെ സമ്മർദ്ദപ്പെടുത്തുന്നു, പല ആനുകൂല്യങ്ങളും നേടിയെടുക്കുന്നു. അത് ശരിയല്ല. അതിൻ്റെ നേതൃത്വം, മത നേതൃത്വങ്ങള്, ന്യൂനപക്ഷ നേതൃത്വങ്ങള് അതവർ മനസ്സിലാക്കണം. ബാക്കിയുള്ള ആളുകൾക്ക്, അതായത് ഇത്തരം ന്യൂനപക്ഷ മതങ്ങൾക്ക് പുറത്തുള്ള ആളുകൾക്ക് അതുകൊണ്ട് ആശങ്കയും അസഹ്യതയുമുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് യോജിച്ചു പോകണം. അതാണ് പറഞ്ഞത്. പിന്നെ VS അച്യുതാനന്ദൻ 2010 പറഞ്ഞ എന്താണെന്നുള്ളത് കഴിഞ്ഞ 2 ദിവസത്തിനകം ധാരാളം ഈ മാധ്യമങ്ങൾ കൂടെ വന്നിട്ടുണ്ട്. അതായത് നമ്മളുടെ NDF പോലുള്ള സംഘടനകള് കേരളത്തിലെ യുവാക്കളെ സ്വാധീനിച്ച് ഭരണം മറ്റൊരു വഴിക്ക് കൊണ്ടുപോകാൻ പോകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിൻ്റെ ഒരു 2025 ഒരു വെർഷനാണ് 15 മിനിറ്റ് സമയം വിദ്യാഭ്യാസ ക്ലാസ്സുകൾക്ക്, അതായത് അധ്യയന സമയത്തിൻ്റെ അകത്ത് 15 മിനിറ്റ് വർദ്ധിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും സമസ്ത പോലുള്ള സംഘടനകൾ ഗവൺമെന്റിനെ ഭീഷണിപ്പെടുത്താൻ ചെന്നത്. അത് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവർക്ക് മതപഠനം നടത്താനുള്ള സമയം പോകുന്നു. മതപഠനം 15 മിനിറ്റ് വേണമെങ്കിൽ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അല്ലെങ്കിൽ സൺഡേ സ്കൂൾ നടത്തുന്നത് പോലെ ഏതെങ്കിലും ഒരു ദിവസത്തിലേക്ക് ചുരുക്കാം. അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും സംവിധാനം ഏർപ്പെടുത്തിയിട്ട് പൊതുവിദ്യാഭ്യാസവുമായിട്ട് സഹകരിക്കേണ്ടതിന് പകരം ഗവൺമെന്റിന്റെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും കൈപിടിച്ചു തിരിക്കാനായിട്ടാണ് അവർ ആദ്യം ശ്രമിച്ചത്. അപ്പൊ അദ്ദേഹം അതിന് വഴങ്ങും എന്ന് ഒരു വിഭാഗം വിചാരിച്ചിട്ടുണ്ട്. വഴങ്ങാതിരിക്കാനും സാധ്യതയുണ്ട്. അതായത് ഒരു രാഷ്ട്രീയ നിലപാടുകളൊക്കെ അനുസരിച്ചിട്ട് 8 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഒരു രാഷ്ട്രീയ വിട്ടുവീഴ്ച എന്ന നിലയിൽ വി ശിവൻകുട്ടി അതിന് വഴങ്ങും എന്ന് പലരും പ്രതീക്ഷിച്ചു. പക്ഷേ ഇപ്പം നമ്മൾ കാണുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് യാതൊരു വിട്ടുവീഴ്ചയ്ക്കും താൻ തയ്യാറല്ല. സമസ്തയ്ക്ക് അവരുടെ അഭിപ്രായം കാണും എന്നാണ് മന്ത്രി പറയുന്നത്. അവർക്ക് അവരുടെ അഭിപ്രായം ഉണ്ടാകും. ഗവൺമെന്റിന്റെ അഭിപ്രായത്തിൽ മുന്നോട്ട് പോകും. ഇതാണ് ഒരു പക്ക ഗവർണൻസ്. ആ ഭാഗത്തില് വി ശിവൻകുട്ടിക്ക് ഒരു പൊന്മോതിരം കൊടുക്കേണ്ടതാണ്. കാരണം നമ്മുടെ വിദ്യാഭ്യാസ രംഗം, പ്രത്യേകിച്ച് ഈ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസ രംഗം വളരെയധികം താറുമാറായി കിടക്കുകയാണ്. അതിനെ അദ്ദേഹത്തിന് ഒരു ഇഞ്ചെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അതൊരു വലിയ കാര്യമായിരിക്കും. ഇതിനോടനുബന്ധിച്ച് തന്നെയുള്ള ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഹയർ സെക്കൻഡറിയിൽ ഈ ലെക്ചർ ക്ലാസ്സുകളൊക്കെ അവസാനിപ്പിച്ചിട്ട്
സ്റ്റുഡൻറ്റ് എന്താ അധ്യാപക കമ്മ്യൂണിക്കേഷനിലേക്ക് നീങ്ങണം എന്നാണ് ശിവൻകുട്ടി പറയുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ നയം അതാണ്. അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റത്തിലേക്ക് പരീക്ഷകൾ മാറ്റുമെന്നും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതും ഒരു നല്ല സൂചനയാണ്. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെ അധ്യാപക സംഘടനകൾ എങ്ങനെ അതിനെ ഏറ്റെടുക്കും എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. ശിവൻകുട്ടി തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ശനിയാഴ്ചകൾ, അതായത് കേരളത്തിലാണ് ഏറ്റവും കുറവ് അധ്യയന ദിവസങ്ങളുള്ള 220 എത്തിക്കാൻ പെടുന്ന പാടാണ്. 221 എത്തിക്കാൻ വേണ്ടിയിട്ട് ശനിയാഴ്ചകൾ ചില ഒന്നടവിട്ട ശനിയാഴ്ചകളോ മറ്റോ അധ്യയന ദിവസങ്ങളാക്കിക്കൊണ്ട് ഒരു ഉത്തരവ് ഇറക്കുകയും ആ ഉത്തരവ് അധ്യാപക സംഘടനകൾ കോടതിയിൽ ചോദ്യം ചെയ്ത് പിൻവലിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഏറ്റവും മോശം എന്ന് പറയുന്ന UP-യിൽ 243 ദിവസമാണ് അധ്യയന ദിനം. ബീഹാറിലും 220, തമിഴ് എന്ന് പറയുന്നത് 230 മേളിൽ അധ്യയന ദിനങ്ങളുണ്ട്. അവിടെയൊക്കെ വിദ്യാഭ്യാസം അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിദ്യാഭ്യാസം അവകാശങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അതിപ്പോൾ സമസ്തക്കായാലും വിദ്യാർത്ഥി സംഘടനകൾക്കായാലും അധ്യാപക സംഘടനകൾക്കായാലും അവർക്ക് പറഞ്ഞു വെക്കപ്പെട്ടിട്ടുള്ള അവകാശങ്ങൾ അത് മാത്രം ലഭിച്ചാൽ മതി. അവർക്ക് അത് ഈ വിദ്യാഭ്യാസത്തിന്റെ ഫ്രെയിംവർക്കിലുള്ള കർത്തവ്യം എന്താണ്, ആ കർത്തവ്യം നിർവഹിക്കാൻ അവർക്കാർക്കും താല്പര്യമില്ല. ഇതാണ് ഇപ്പം കേരള വിദ്യാഭ്യാസം എത്തി നിൽക്കുന്ന ഒരു പ്രതിസന്ധി. ഈ പ്രതിസന്ധി കൊണ്ട് തന്നെയാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ വളരെയധികം അജിറ്റേറ്റഡ് ആണ്. ഇപ്പം മന്ത്രി പറഞ്ഞതനുസരിച്ചിട്ട് അധ്യാപക വിദ്യാർത്ഥി സംവാദത്തിലൂടെ ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾ കൊണ്ടുപോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു വലിയ പ്രശ്നമുണ്ട്. ഈ അധ്യാപകർക്ക് വിദ്യാർത്ഥികളോട് സംവദിക്കാൻ എന്ത് വിഷയമാണുള്ളത്? ഈ സബ്ജക്റ്റിലുള്ള വിഷയം. അദ്ദേഹം മാത്രമല്ല, നമ്മളുടെ പ്രാദേശികമായ അറിവുകളൂടെ കൂട്ടിച്ചേർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ എത്ര നദിയുണ്ട് എന്നറിയാവുന്ന സോഷ്യൽ സ്റ്റഡീസ് അധ്യാപകർ അല്ലെങ്കിൽ ജോഗ്രഫി അധ്യാപകർ എത്ര പേര് കാണും? അതുപോലെ കേരളത്തിന്റെ വെജിറ്റേഷൻ എന്താണ്, കൃഷി എന്താണ്, ഓരോ സ്ഥലത്തെ കൃഷിയുടെ പ്രത്യേകതകൾ എന്താണ്, അല്ലെങ്കിൽ നമ്മളുടെ മഴയുടെ പ്രത്യേകതകൾ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികൾക്കും അറിയാൻ, കുട്ടികൾക്ക് ചിലപ്പോൾ ഒന്നുകൂടെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. കാരണം അവരെല്ലാം ഈ മൊബൈൽ ഫോൺ സാവി ആയതുകൊണ്ടും അവർക്ക് അതിൽ നിന്ന് പെട്ടെന്ന് ഇൻഫർമേഷൻ കണ്ടെത്താനും കഴിയുന്നത് കൊണ്ട് അവർക്ക് പറ്റും. പക്ഷേ ഈ അധ്യാപകർ എന്തായിരിക്കും സംവദിക്കുന്നതെന്നുള്ളതാണ്. കുട്ടികളോട് ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും? അവർക്ക് കൂടുതൽ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ അവകാശങ്ങൾ, അവർക്ക് ചില രാഷ്ട്രീയ നിലപാടുകൾ, അതിൻ്റെയൊക്കെ സാധ്യതകളൊക്കെയാണ് അവരുടെ മുമ്പിലുള്ളത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്കും ഇതുപോലെ അവകാശങ്ങൾ, അതുപോലെ എന്താണ് ചില അവകാശ സമരങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നടക്കും. അപ്പൊ ഇപ്പൊ ഇദ്ദേഹം പഠിച്ച കോലിയക്കോട്ടോ അല്ലെങ്കിൽ അണ്ടൂർ കോണത്തോ ഒക്കെ ഉള്ള ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനയിലെ വിദ്യാർത്ഥിയെ വിളിച്ചിട്ട് ആ നാടിന്റെ ലൊക്കാലിറ്റിയെ പറ്റി ചോദിച്ചാൽ അറിയാമോ എന്നുള്ള ഒരു സംശയം വരെ എനിക്കുണ്ട്. വീശുവൻകുട്ടിയെ സമയത്തുള്ളത് അറിയാവൂര്. അവിടുത്തെ ഓരോ വഴികളും ഓരോ എന്താണ് ലൈഫിന്റെ പാറ്റേണും ഒക്കെ അറിയാവുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് അദ്ദേഹം വളർന്നു വന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിനോട് ചോദിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും. പക്ഷേ ഇപ്പോഴത്തെ ഒരു വിദ്യാർത്ഥിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്ടൂർ കോണത്തിന്റെ അവസ്ഥയോ ഉള്ളൂരിന്റെ അവസ്ഥയോ കോലിയക്കോടിന്റെ അവസ്ഥയോ ഒക്കെ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ചിത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് പറയുന്നത്, ഈ കുട്ടികൾ രാവിലെ ഏതെങ്കിലും ഒരു ബസ്സിൽ 350-400 രൂപ സ്കൂൾ ബസ്സിന് വാടക കൊടുത്തിട്ട് കയറി വരുന്നവരായിരിക്കും. അവര് റോഡ് കാണുന്നില്ല, നടക്കുന്നില്ല, കയറത്തില്ല. അങ്ങനെ വന്നിട്ട് അവിടെ സ്കൂളിൽ വന്നിട്ട് അവകാശ സമരങ്ങളെ പറ്റി പറയും. അതായത് ഇപ്പം എന്താണ് ട്രാൻസ്പോർട്ട് വകുപ്പ് കൺസെഷൻ റേറ്റ് മാറ്റുകയാണെങ്കിൽ ഉടൻ തന്നെ ഇവര്
ഈ പറയുന്ന 500-600 രൂപ മാസം സ്കൂൾ ബസ്സിന് വാടക കൊടുത്ത് വരുന്ന കുട്ടികളായിരിക്കും സമരത്തിന് പോകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വൈചിത്ര്യമുണ്ട്. ഇതിനെ എങ്ങനെയായിരിക്കും കണ്ടെയ്ൻ ചെയ്യാൻ പോകുന്നത്? അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഇതിനുള്ള ഒരു പദ്ധതി, അതായത് ലോക്കൽ നോളജ്, അവകാശങ്ങളും കർത്തവ്യങ്ങളും തമ്മിലുള്ള ഇടപാടുകൾ, ഇവയൊക്കെ എങ്ങനെ പരിഹരിക്കും അല്ലെങ്കിൽ എങ്ങനെ സമന്വയിപ്പിക്കും എന്നറിയാനായിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്നത്. അത് ശുഭകരമായിട്ട് പരിഹരിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നതെന്ന് പറയുന്നത് നമ്മളുടെ എയ്ഡഡ് സർക്കാർ സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികളുടെ പ്രവാഹമായിരിക്കും. സർ, ഒരു നല്ല തീരുമാനമെടുക്കുന്നത് അത് ഏതൊരു പാർട്ടിയിലുള്ളവരായാലും ഏതൊരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരായാലും അവരോടൊപ്പം നമുക്ക് നിൽക്കുന്നതിൽ തെറ്റില്ലല്ലോ. അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ എപ്പോഴും സമുദായ സംഘടനകൾക്ക് മുമ്പിൽ പലതിനും വഴങ്ങിക്കൊടുക്കുന്ന ഒരു ഭരണ നേതൃത്വത്തെ കണ്ട് കണ്ണ് മഞ്ഞളിച്ച് മടുത്തിരിക്കുന്ന ഒരു ജനതയുടെ മുമ്പിലേക്കാണ് വി ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി തൻ്റെ ഉറച്ച തീരുമാനവുമായിട്ട് കടന്നു വരുന്നത്. സത്യത്തിൽ സാറ് പറഞ്ഞതുപോലെ ഇത്രയും അധികം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട് എന്നുള്ളത് കൂടി ഇപ്പോഴാണോ ഞാനും കൂടി തിരിച്ചറിയുന്നത്. എന്തായാലും സാറ് പറഞ്ഞതിൽ നിന്ന് വി ശിവൻകുട്ടി എന്ന് പറയുന്ന നേതാവിൻ്റെ ഒരു ഗുണം, അദ്ദേഹത്തിനുള്ള ഒരു ദീർഘവീക്ഷണം കൂടി സാറ് ഇതിൽ പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു മാറ്റം, അദ്ദേഹം കൊണ്ടുവന്ന ഈ ഒരു മാറ്റം മുന്നോട്ട് തുടർന്നും കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ഭരണ നേതൃത്വത്തിനും കഴിയട്ടെ, അത് മനസ്സിലാക്കാൻ കൂടി അവർക്ക് കഴിയട്ടെ എന്ന് നമുക്ക് ആശിക്കാം സർ.